റിട്ടയർഡ് DGP ശ്രീലേഖ, ആ ലേഡിയുടെ സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടെ ആ ലേഡി സെക്ഷൽ അസോൾട്ടിൽ മരണപ്പെട്ടിട്ടുള്ള 5 സ്ത്രീകളുടെ, അതിൽ 2 പേര് മൈനറുമാണ്, ഐഡന്റിറ്റി ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡൽഹിയിലെ നിർഭയ കേസിലെ വ്യക്തി, ഒന്ന് കുറുപ്പുംപടി കേസിലെ വ്യക്തി. കുറുപ്പുംപടി കേസ് എന്ന് പറഞ്ഞാൽ ഒരു ലോ കോളേജ് സ്റ്റുഡന്റ്. 3 കവിയൂർ കേസ്, 4 കിളിരൂർ കേസ്, പിന്നെ ഗോവിന്ദസ്വാമി ട്രെയിനിൽ വെച്ച് ക്രൂരമായി കൊന്ന ഒരു ലേഡി. ഇങ്ങനെ 5 സ്ത്രീകളുടേത് സസ്നേഹം ശ്രീലേഖ എപ്പിസോഡ് 80, സസ്നേഹം ശ്രീലേഖ എപ്പിസോഡ് 148, സസ്നേഹം ശ്രീലേഖ എപ്പിസോഡ് 150. ഇങ്ങനെ ഇത് ഡൈവേർട്ട് ചെയ്തത് ഇവരുടെ മോണിറ്റൈസ്ഡ് യൂട്യൂബ് ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയാണ്. എൻ്റെ കയ്യിൽ അതിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ട്. ലക്ഷങ്ങളാണ് അതിന്റെ വരുമാനം. അപ്പോൾ അതിനു വേണ്ടി ഈ 5 സ്ത്രീകളെ ഇങ്ങനെ അവർ ഉപയോഗിച്ചിരിക്കുന്നു. അതേസമയം സസ്നേഹം ശ്രീലേഖ 115 അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ക്രൈമാണ് ഡൈവേർട്ട് ചെയ്യുന്നത്. നിർഭയ കേസിന്റെ വിക്ടിമിന്റെ പേര് ഈ രാജ്യത്ത് പലരും അറിയുന്നതിന് മുമ്പ് കുറുപ്പുംപടി റേപ്പ് കേസ് നടന്നപ്പോൾ അവര് www.srilekhaips.blogspot.com എന്ന് പറഞ്ഞ അവരുടെ ബ്ലോഗിൽ ആ പേര് ഡൈവേർട്ട് ചെയ്തു. അതിനകത്തും അവർ എഴുതി വെച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, ഈ പേരുകൾ പുറത്തു വിടാൻ പാടില്ല. അപ്പൊ എനിക്ക് അന്ന് അവര് സർവീസിലും ഉണ്ട്, എനിക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിൽ ഈ ലേഡി ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങളുടെ സംഘടന ഒക്ടോബർ 5-ാം തീയതി ഇവർക്കെതിരെ FIR ഇടാൻ പറഞ്ഞ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവിടുന്ന് ഒരു FIR ഇട്ടില്ല. 7-ാം തീയതി 2ാമത്തെ പരാതി കൊടുത്തു, 7/10/2025. അത് കഴിഞ്ഞ് 15/10 മുഖ്യമന്ത്രിക്കും DGPക്കും കമ്മീഷണർക്കും എല്ലാവർക്കും പരാതി കൊടുത്തു. ഒരാക്ഷനും വരാതെ ഒക്ടോബർ 27-ാം തീയതി ഞങ്ങൾ CMP ഫയൽ ചെയ്തു. അത് കോടതിയുടെ കൺസിഡറേഷനിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്, ഞങ്ങൾ FIR ഇടാൻ തയ്യാറാണ് കോടതി ഡയറക്റ്റ് ചെയ്താൽ. ആ കേസ് 21-ാം തീയതി കോടതി കേൾക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതുപോലത്തെ കാര്യങ്ങളിൽ പോലീസ് വളരെ സെലക്റ്റീവായിട്ട് അവരുടെ DGPയെ സഹായിക്കാൻ വേണ്ടി, മുൻ DGPയെ സഹായിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തെന്നുള്ളത് മാത്രമല്ല, കോടതി ഈ കേസ് നോട്ടീസ് അയച്ചതിന് ശേഷം ഒരിക്കൽ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ എന്നെ വിളിച്ചു വരുത്തിയിട്ട് വളരെ മോശമായിട്ട് അവിടെ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമം നടത്തുകയും, ആ ഭീഷണിപ്പെടുത്താൻ ശ്രമം നടത്തിയപ്പോൾ തർക്കമുണ്ടായപ്പോൾ അവിടുത്തെ SHO എൻ്റെ അടുത്ത് നിരുപാധികം ക്ഷമ ചോദിച്ചതുകൊണ്ട് ഞാൻ ഈ പ്രശ്നം ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ അവർ എഴുതി കൊടുത്തു. അവർ FIR ചാർജ് ചെയ്യാത്തത് ഞാൻ സ്റ്റേഷനിൽ വന്ന് തർക്കം ഉണ്ടാക്കിയിട്ട് പോയി, പിന്നെ എന്നെ വിളിച്ചിട്ട് ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് തർക്കം ഉണ്ടാക്കി. പക്ഷെ അങ്ങനെയല്ല സത്യം. സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SHO എന്നെ വിളിച്ച് വളരെ മാന്യമായിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പെരുമാറുകയും അദ്ദേഹം ഒരു ലീഗൽ ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. BNS 72 എന്ന് പറയുന്നത് മരിച്ചുപോയ ആളുകളുടെ പേര് വെളിപ്പെടുത്തുന്നത് ഒഫൻസ് അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, അങ്ങനെയല്ല, BNS 72 വ്യക്തമായിട്ട് മരിച്ചുപോയവരുടെ നെക്സ്റ്റ് ഓഫ് കിൻ ഒരു സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ഈ പേർപ്പസിന് അപ്രൂവ് ചെയ്ത ഒരു വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലെയോ NGOയുടെയോ ഭാരവാഹി വഴി മാത്രമേ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കുറെ കൂടെ ഗൗരവമാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത്, ഞാൻ എൻ്റെ സുപ്പീരിയേഴ്സുമായിട്ട് ചോദിച്ചിട്ട് സാറിനെ വിളിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഷേക്ക് ഹാൻഡിൽ നിന്ന് വിട്ടയാൾ എഴുതി കൊടുത്തത് എന്നെ പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നെ ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെന്നില്ല എന്നാണ് എഴുതി കൊടുത്തത്. പക്ഷെ അതിനകത്തൊരു സന്തോഷമുണ്ട്, കാരണം പോലീസ് ഇത് നിലനിൽക്കുന്ന കേസല്ല എന്ന് എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ ഒക്ടോബർ 5-ാം തീയതി കൊടുത്ത ഇമെയില് അവിടെ കിട്ടിയില്ല എന്നുള്ള തർക്കമാണ് ഇത് റെക്കോർഡ് ചെയ്യാനിരുന്ന സിവിൽ പോലീസ് ഓഫീസറും ഞാനും തമ്മിൽ ഒരു ആർഗ്യുമെന്റ് തുടങ്ങുന്നത്.
അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള തർക്കമാണ്. പക്ഷെ അതെല്ലാം കിട്ടിയെന്ന് 5-ാം തീയതി കൊടുത്തതും 7-ാം തീയതി കൊടുത്തതും എല്ലാം കിട്ടിയെന്ന് പോലീസ് കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് വളരെ സെലക്റ്റീവ് ആപ്ലിക്കേഷൻ ആണ് പോലീസ് നടത്തുന്നത്. ഇത്രയും ഗൗരവമായിട്ടുള്ള കേസിലെ പെൺകുട്ടികളുടെ പേര് വെളിപ്പെടുത്തിയ ഒരു വ്യക്തിക്കെതിരെ ഒരു കേസും ചാർജ് ചെയ്യാതെ രാഹുൽ ഈശ്വർ പേര് ചൊവ്വ പറയാതെ രാഹുൽ ഈശ്വറിനെതിരെ ഒരു പരാതിയുടെ പുറത്ത് കേസ് ചാർജ് ചെയ്ത് റിമാൻഡ് ചെയ്ത് 14 ദിവസം. സാറി പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം തന്നെയാണ് ശ്രീലേഖയ്ക്കെതിരെ. ഗുരുതരമായിട്ടുള്ളത് മാത്രമല്ല, FIR ഇട്ട് കഴിഞ്ഞാൽ FIR ഇടാൻ വിസമ്മതിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടു. അത് ഹൈക്കോടതിയിൽ തന്നെ ഈ കേസുകളുടെ വ്യത്യാസം കാണിച്ചു തന്നെ ഞങ്ങൾ പോകും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ പോലീസ് ആളുകളെ റിമാൻഡ് ചെയ്യുന്നു. റിമാൻഡ് ചെയ്യാൻ പാടില്ലാത്ത കേസാണ്. ഇപ്പോൾ ഈ ശ്രീലേഖ എന്ന് പറഞ്ഞ അക്യൂസ്ഡിനെ റിമാൻഡ് ചെയ്യാൻ പാടില്ല. അവർക്ക് 35(3) നോട്ടീസ് കൊടുത്ത് അവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവരുടെ മൊഴി എടുത്തിട്ട് അവർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട കേസാണ്. പക്ഷെ ശ്രീലേഖയുടെ കേസിൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ്. അവരിപ്പോ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ട് അവര് കംപ്ലൈന്റ് തന്നെ ഇന്റിമിഡേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ള ഒരു ഗ്രൗണ്ടിൽ ബെയില് ഡിനൈ ചെയ്യാനും പറ്റും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾക്ക് ബെയില് ഡിനൈ ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്റെ സംഘടന 1997 മുതൽ രജിസ്റ്റേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. DK ബസു കേസ് കോടതി പുറപ്പെടുവിച്ചതിന് ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച സംഘടനയാണ്. ഞങ്ങൾ ഹൈക്കോടതിയിലും പോയിട്ടുണ്ട് മെയ് മാസം 1997 ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. പക്ഷേ 28 വർഷത്തിൽ ആദ്യമായിട്ട് ഈ ശ്രീലേഖ എന്ന് പറയുന്ന ലേഡിക്കെതിരെ ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് രാവിലെ 8 മണിക്ക് എന്റെ ഓഫീസ് കം റെസിഡൻസിൽ എന്റെ അടുത്ത് എന്റെ സംഘടനയെക്കുറിച്ചും എന്നെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് അറിയാൻ ഒരു സബ് ഇൻസ്പെക്ടർ വന്നു. അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. പക്ഷെ അതും ഒരുതരം ഇന്റിമിഡേഷൻ ആണ്. ഞങ്ങളെപ്പോലത്തെ ആളുകൾ ഇന്റിമിഡേറ്റഡ് ആകൂല. പക്ഷെ സാധാരണക്കാരന്റെ അടുത്ത് ചെന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് കേട്ടാൽ എങ്ങനെയിരിക്കും? വന്ന ഉദ്യോഗസ്ഥൻ പറയേണ്ടി വരും സത്യമായിട്ട് വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഇങ്ങനെയാണ് പോലീസ് പെരുമാറുന്നത്. രാഹുൽ ഈശ്വറിന്റെ ഒരു നീതി, ശ്രീലേഖയ്ക്ക് വേറൊരു നീതി. അതെ, രാഹുൽ ഈശ്വറിന് മാത്രമല്ല, ഇപ്പൊ KM ഷാജഹാന്റെ സബ്ജക്റ്റിലാണെങ്കിലും അദ്ദേഹവും ഇതുപോലെ ഈ സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണല്ലോ അവിടെ നടന്നിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് റീകളക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യാത്തത്. അദ്ദേഹത്തിൻ്റെതും ഇല്ലീഗൽ അറസ്റ്റാണ്. അതെ, അദ്ദേഹത്തിൻ്റെതും ഇല്ലീഗൽ അറസ്റ്റാണ്. ഷാജൻ സ്കറിയയുടേതും ഇല്ലീഗൽ അറസ്റ്റാണ്. ഇവരെല്ലാവരും കണ്ടംപ്റ്റ് ഫയൽ ചെയ്താൽ കേരള പോലീസ് ബുദ്ധിമുട്ടില്ല. അതെ, കാരണം പോലും അറിയിക്കാനാണ് പലപ്പോഴും ഇതുപോലെ നമ്മുടെ ക്രൈമിലെ നന്ദകുമാർ സാറിന്റെ ആണെങ്കിൽ പോലും ക്രൈം നന്ദകുമാറിന്റെ വീട്ടിൽ രാത്രി വന്നപ്പോൾ സാറ് കൃത്യമായിട്ടും ഈ ലോസിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം കൂടി ഒരു അറസ്റ്റ് ഒഴിവായി പോയത്. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിനെ ഒരുപാട് ഹരാസ് ചെയ്തു. അതെ, പല തവണകളിലായിട്ട് തിരുവനന്തപുരം വിളിച്ചു വരുത്തി. അപ്പൊ അത്തരത്തിലൊക്കെ സെലക്റ്റീവ് ആവുന്ന ആൾക്കാർ. ശ്രീലേഖയുടെ ഒരു വിഷയം എനിക്ക് ആദ്യമായിട്ടുള്ള അറിവാണ്. ഇതിപ്പോ സാറ് പറയുമ്പോഴാണ്. പെരുമാറാൻ പാടുള്ളതല്ല. കേരള പോലീസ് പെരുമാറുന്നത് മുഴുവനും നിയമവിരുദ്ധമായിട്ടാണ്. ഇവിടെ നടക്കുന്ന മിക്ക അറസ്റ്റുകളും ഇല്ലീഗൽ കസ്റ്റഡി അബ്ഡക്ഷൻ നടത്തിയതിനു ശേഷമാണ്. പല റിമാൻഡ് റിപ്പോർട്ടുകൾ എടുത്തു നോക്കിയാലും സ്റ്റാൻഡേർഡായിട്ട് എഴുതുന്ന ഇന്ന സ്ഥലത്ത് ഉള്ളിൽ പോകാൻ സാധ്യതയുള്ളതായി കണ്ട് ചെന്ന് ആപ്രിഹെൻഡ് ചെയ്തു. ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു സ്റ്റേഷനിൽ. ചോദ്യം ചെയ്തപ്പോൾ സമ്മതിച്ചു. വിക്ടിം പ്രതിയെ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അറസ്റ്റ് നടപടികളിൽ അറസ്റ്റ് ചെയ്തു. സുപ്രീം കോടതിയെ ഇതുപോലെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന, ഞാൻ അതിൽ വേറെ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇതുപോലെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഒരു പോലീസ് സേന ഇന്ത്യയിൽ കാണുമെന്ന് സംശയം. ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇത് ബോയിലർ പ്ലേറ്റ് റിമാൻഡ് റിപ്പോർട്ട്സ് എന്ന് ഞാൻ പറയും. കാരണം ഒരേ രീതിയിൽ എഴുതി പിടിപ്പിക്കുന്നതാണ്. പ്രതി കുറ്റം സമ്മതിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ഇവരിപ്പോൾ അറസ്റ്റ് മെമ്മോ ഒപ്പിടാനായിട്ട് വിസമ്മതിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയും കുറ്റം സമ്മതിച്ചെന്ന് എഴുതി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നവർക്കെതിരെ ഇവർക്ക് തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ പോലീസിന് തിരിച്ച് പണി കിട്ടും എന്ന് ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ ഇവർ ചെയ്യുന്നതിന്റെ ഒരു ഔചിത്യമാണ് എനിക്ക് മനസ്സിലാവാത്തത് സാർ. അല്ല, ഇവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്.
പോലീസ് കള്ളം എഴുതി കൊടുക്കുന്നു. ദേ ആർ കമ്മിറ്റിംഗ് പെർജറി. കോടതിയെ അവഹേളിക്കുന്നു. കുറ്റം സമ്മതിക്കാത്ത പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് പോലീസ് എഴുതി കൊടുക്കുന്നു. പോലീസിന്റെ മുമ്പിൽ കൺഫെഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അഡ്മിസിബിൾ ആസ് എവിഡൻസ് ഇൻ എ കോർട്ട് ഓഫ് ലോ. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പഴയ 164 CRPC ഇപ്പോൾ 183 സ്റ്റേറ്റ്മെന്റ് മാത്രമേ പ്രതിയുടേത് ഒരു കൺഫെഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കോടതി അംഗീകരിക്കുകയുള്ളൂ. മറ്റേത് വല്ല സ്റ്റേറ്റ്മെന്റ് പോലീസ് കൊണ്ടുവന്നാൽ വിറ്റ്നസ് ആയിട്ടിനെ കൺഫ്രണ്ട് ചെയ്യാനായിട്ട് ചില സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ചിട്ട് ചോദിക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പോലീസ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വിശദമായിട്ട് എങ്ങനെയൊക്കെയാണ് ആ ക്രൂരകൃത്യം ബലാത്സംഗം ചെയ്തത് എന്ന് വിവരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഈ ലേഡിയെ ബലാത്സംഗം ചെയ്തതായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനോട് സമ്മതിച്ചു എന്നാണ് പോലീസ് എഴുതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സമ്മതിച്ചു എന്ന് പോലീസ് എഴുതി കൊടുത്തിരിക്കുന്ന പോലീസ് തന്നെ അടുത്ത ഇതിൽ പറയുന്നു, പക്ഷേ ഇദ്ദേഹം ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഞങ്ങൾ കൊടുക്കാൻ നോക്കി, വാങ്ങിച്ചില്ല. അറസ്റ്റ് മെമ്മോ കൊടുക്കാൻ നോക്കി, വാങ്ങിച്ചില്ല, ഒപ്പിട്ടില്ല. ഇൻസ്പെക്ഷൻ മെമ്മോ ഒപ്പിട്ടില്ല. അപ്പൊ അതിനെ ഒരു വൈരുദ്ധ്യം ഒന്ന് നോക്കണം നിങ്ങൾ. പോലീസിനോട് കുറ്റം സമ്മതിച്ചു എന്ന് പോലീസ് പറയുന്ന പ്രതി ഇതൊന്നും ഒപ്പിട്ട് കൊടുത്തില്ല എന്ന് പോലീസ് അതേ ശ്വാസത്തിൽ പറയേ. ഇന്നോ ഇന്നലെയോ മാതൃഭൂമിയില് അവര് TV ചാനലിൽ വളരെ എന്തോ വിചിത്രമായ നടപടി, എന്തോ പുതിയ കണ്ടുപിടുത്ത പോലെയൊക്കെ ഈ ഒപ്പിടാൻ വിസമ്മതിച്ചതിനെ കുറിച്ച് ഒരു ന്യൂസ് വായിച്ചു. ഈ മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവനും ചെയ്യുന്നത് പൊതുജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്ത്യൻ സുപ്രീം കോടതി DK ബസു കേസിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ 11 അറസ്റ്റ് ഗൈഡ് ലൈൻസ് ആർ ടു ബി ഫോളോഡ് ഇൻ എവറി കേസ് ഓഫ് അറസ്റ്റ് ആൻഡ് ഡീറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റൻഷൻ എന്ന് പോലീസിന് കോടതി അത് മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം പോലീസ് വിൽ ട്രൈ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കസ്റ്റഡി ആൻഡ് അറസ്റ്റ്. അത് മനസ്സിലാക്കിയാണ് പോലീസ് കോടതി പറഞ്ഞത്. ഇൻ എവറി കേസ് ഓഫ് അറസ്റ്റ് ആൻഡ് ഡീറ്റൻഷൻ DK ബസു ജഡ്ജ്മെന്റ് എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. DK ബസു ജഡ്ജ്മെന്റിന്റെ സൈറ്റേഷൻ 1997 AAR 610 SC ആണ്. ആ സൈറ്റേഷനിൽ അടിച്ചു നോക്കിയാൽ, നെറ്റിൽ അടിച്ചാൽ ഈ ജഡ്ജ്മെന്റ് കിട്ടും. വായിച്ചു നോക്കുക. ഇൻ ഓൾ കേസസ് ഓഫ് അറസ്റ്റ് ആൻഡ് ഡീറ്റൻഷൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആ 2002 മുറിയിൽ ഇപ്പോൾ എല്ലാ TV ചാനലിലും കാണിച്ചു പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അവിടെ വെച്ച് പറയുന്നത് വോയിസും കേൾക്കാം, അറസ്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ അറസ്റ്റ് ആണെങ്കിൽ അവിടെ വെച്ചാണ് ആ അറസ്റ്റ് മെമ്മോ ഒപ്പിടാനുള്ളത്. കാരണം ആ സെക്കൻഡ് മുതലാണ് 24 hour കൗണ്ട് ഡൗൺ തുടങ്ങുന്നത്. അല്ലാതെ പോലീസ് അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ നിയമപരമായി കസ്റ്റഡിയിൽ എടുത്തു, നേരെ പത്തനംതിട്ടയെ കൊണ്ടുവന്നു, അവിടെ വെച്ച് പ്രതി കുറ്റം സമ്മതിച്ചതിന് ശേഷം സുപ്രീം കോടതിയുടെ അറസ്റ്റ് ഇതെല്ലാം പാലിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നാണ്. പക്ഷെ പ്രതി ഒപ്പിടാൻ വിസമ്മതിച്ചു, കുറ്റം സമ്മതിച്ച പ്രതി. വിരോധാഭാസമല്ല, സുപ്രീം കോടതിയെ യാതൊരു വിധത്തിലും മാനിക്കാത്ത ഒരു പോലീസ് സേന ഈ സംസ്ഥാനത്താണ് ഉള്ളതെന്ന് പറയേണ്ടി വരും. ഇവർക്ക് എന്റെ ബലമായ സംശയം പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് ഇതൊക്കെ ലംഘിക്കാനായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ എന്നാണ്. കാരണം കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഒരേ രീതിയിലാണ് എഴുതി വെക്കുന്നത്. അപ്പൊ ആരെങ്കിലും ട്രെയിനിങ് കൊടുക്കാതെ ഇത് ലംഘിക്കാൻ ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയും ഹോം സെക്രട്ടറിയും എല്ലാവരും അറിഞ്ഞു. ലംഘിക്കാനായിട്ട് DGPയും അറിഞ്ഞ് ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരെങ്ങനെ ഇത് എഴുതും? പോലീസ് കോടതിയെ പറ്റിക്കാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കൂടെ കുറെ PH2 സർക്കുലേഴ്സ് ഇറക്കും. പക്ഷെ ഇതൊന്നും മാനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ അന്തസ്സുള്ള ഒരു DGP ആണെങ്കിൽ അദ്ദേഹം തൊപ്പി ഊരി വെച്ച് പോകണം. കാരണം അദ്ദേഹം എഴുതി വെക്കുന്ന സർക്കുലർ പോലും പോലീസ് മാനിക്കുന്നില്ല. അതാണ് ഈ രാജ്യത്തെ അവസ്ഥ. ആ ഒപ്പിട്ട DGP ഇറങ്ങി പോകണം, അല്ലെങ്കിൽ അങ്ങേരെ ഇത് നടപ്പിലാക്കണം.
സ്വല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി അല്ല സർക്കുലേഴ്സ് ഇറക്കുന്നതെന്ന് വേണം പൊതുജനം മനസ്സിലാക്കാൻ. ഇത് ഞാൻ ഇത്രയും പറയുന്നത്, കുറെ വർഷമായിട്ട് ഞങ്ങളുടെ സംഘടന ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതും ഒരുപാട് പേരുടെ കണ്ണീര് ഞങ്ങൾ ഒപ്പിയിട്ടുള്ളതും ഒരുപാട് പേർക്ക് ജസ്റ്റിസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പബ്ലിസിറ്റിക്ക് പോകാറില്ല. ഇപ്പോൾ താങ്കൾ എന്നെ ബന്ധപ്പെട്ടത് കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി എന്നുള്ളത്. എനിക്ക് മനസ്സിലായി സർ. ഒരുപാട് സാറിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഇങ്ങനെ വിഷയങ്ങളിൽ നിയമപരമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ഞാൻ സാറിനെ തന്നെ വിളിക്കുന്നത്. ഓക്കെ സർ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ വിഷയത്തിൽ. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.